ഞാനിപ്പോ നിൽക്കുന്നത് മേഘാലയയിലുള്ള ഷിലോങ്ങിലാണ്. ഷിലോങ്ങിൽ നമ്മൾ താമസിച്ച റെസിഡൻസ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇത് ഇവരുടെ ഈ ഒരു മറ്റേ ഹോട്ടൽ ടൂറ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ നമുക്ക് കിട്ടിക്കാരിൽ നമ്മൾ ഈ ഇവരുടെ ബാറ്റിനെ പരിചയപ്പെടുത്തി കൂടെ. നമ്മുടെ ഈ സർവീസിലാണെങ്കിലും ഇവരുടെ റൂം സർവീസിലാണെങ്കിലും ഒക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണ് കേട്ടോ. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആണ് ഇവർ. അപ്പോൾ അതിന് പുറമെ ഇവരുടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്നവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കൂടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റൂമും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇത് നൻഗ്രോയ് ഹോട്ടലാണ്. നൻഗ്രോയ് ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് ഒരു 1/4 ഫുള്ളാണ്. അപ്പോൾ 6 റൂംസ് ആണ് നമുക്ക് വേണ്ടി ഇവരെ അലോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മാത്രമല്ല 24 hours സർവീസാണ്. അതിൽ 2 മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഈ 2 മാസ്റ്റർ ബെഡ്റൂമിൽ കുക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ കിഡ്സുമായിട്ടൊക്കെ വരുന്നവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള അത്യാവശ്യ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി പോയി നോക്കാം. ഓക്കെ, വാ. ഓക്കെ, അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ റൂംസൊക്കെ മുകളിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ അധികം റൂമൊന്നുമില്ല. ദെൻ റിസപ്ഷനാണ് കേട്ടോ ഇത്. റിസപ്ഷൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു മൊത്തം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിസപ്ഷൻ അതാണ് കേട്ടോ ഇതിൻ്റെ ഓണർ. ആള് വൈഫാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. നെയിം ബാറ്റ്സ് കൂപ്പർ എന്നാണ് പേര്. അപ്പോൾ ബാറ്റ്സ് കൂപ്പറിനെ വിശ്വസിച്ച് വരാം. അടിപൊളിയായിരുന്നു സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ? ഒക്കെ സൂപ്പർ സർവീസ്, സൂപ്പർ റൂം, നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. താങ്ക് യു, ഹൈലി റെക്കമെൻഡ്. ദെൻ നമ്മുടെ വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് റെസ്റ്റോറൻറ്റ് ഏരിയ, കഫറ്റേരിയ. ഓക്കെ, അപ്പോൾ ഇത് ഇവരുടെ മെസ്സാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കുക്ക് ചെയ്തിട്ട് വരുന്ന ഏരിയ ആണ് കേട്ടോ, വാഷ് ഏരിയ. ദെൻ ഇതാണ് റെസ്റ്റോറൻറ്റ് ഏരിയ. അപ്പോൾ ഇത് സ്റ്റേയിങ് ഗസ്റ്റിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഏരിയ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഇവിടെ പിന്നെയാണ് നമ്മുടെ റൂംസിലേക്ക് പോകുന്നത്. അത്യാവശ്യം സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഏരിയ ഇവിടെയാണ്. നമ്മൾ പോവാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ സംഭവങ്ങളൊക്കെ അങ്ങനെയാണ്. പാക്കിംഗ് ഒക്കെ കുറേ സാധനങ്ങളൊക്കെ ഉള്ളത്. സിംഗിൾ ബെഡ് അല്ലെങ്കിൽ ഡബിൾ ബെഡ് റൂമാണ്. ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ ചെയ്ത റൂം. അപ്പോൾ ഇവിടെ ഇതാണ് ഓരോ ബെഡ്റൂമിൻ്റെ ഒരു ലുക്ക്. ഇവിടെ നിന്ന് പിന്നെ ഹോട്ട് വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ വൈഫൈ ഉണ്ട്. റൗണ്ട് ദ ക്ലോക്ക് വൈഫൈ കിട്ടും. പിന്നെ ഇലക്ട്രിസിറ്റി അതൊക്കെ ഉണ്ട്. ഹോട്ട് വാട്ടർ ഉണ്ട്, അതൊക്കെ ഉണ്ട്. റൗണ്ട് ദ ക്ലോക്കാണ് ഇതൊക്കെ. പിന്നെ ഇതാണ് ബെഡ്റൂം. സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാൽക്കണി എല്ലാ റൂംസിനും ബാൽക്കണി ഉണ്ട്. ഒരു കുട്ടി ബാൽക്കണിയാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണുന്നത് റോഡ് വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു ഓവറോൾ എന്ന് പറയുന്നത്. സംഭവം നല്ല അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ ഈ ഹോട്ടലിനെ ഭംഗിയാക്കുന്നത് ഇവരുടെ സർവീസ് തന്നെയാണ്. ഓക്കെ, സോറി. ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു കുഞ്ഞ് റിവ്യൂ ആൻഡ് ഒരു ചെറിയൊരു ടൂർ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ഷിലോങ്ങിലേക്ക് വരണമെങ്കിൽ ഓക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മതി. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം, ഈ ഹോട്ടലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം ഞാൻ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ വരാൻ ആഗ്രഹമുള്ളവർക്ക് വരാം. പിന്നെ ഇപ്പം മേഘാലയ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഷിലോങ്ങിലാണ് ഒരുപാട് സ്ഥലങ്ങളുള്ളത്. കാണുമ്പോൾ കുറച്ചുകൂടി
കുറച്ചുകൂടി ഹൈ റേഞ്ചാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് എല്ലാ ലൊക്കേഷനും അടുത്തുള്ളത്. നമ്മുടെ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ആണെങ്കിലും മോർണിംഗ് ലോങ് വില്ലേജ് ആണെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻസ് ഒക്കെ 3 hours അപ്പുറത്താണ്. ഗുവാഹട്ടിയിൽ നിന്ന് വരുവാണെങ്കിൽ ഒരുപാട്, ഗുവാഹട്ടിയിൽ നിന്ന് ഷിലോങ്ങിലേക്ക് തന്നെ 3 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അപ്പോൾ ആരെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പാക്കേജ് അല്ലാണ്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ ഈ ഹോട്ടൽ ഭയങ്കര സേഫ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. നമ്മൾ ഭയങ്കര കംഫർട്ടാണ്. എല്ലാവർക്കും എപ്പോഴും അവർ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അവർ ഓരോ കാര്യം ചെയ്തു തരാറുണ്ട്. അപ്പോൾ ഒരു രീതിയിലും നമുക്കും ഒരു മടുപ്പൊന്നും തോന്നില്ല. അടിപൊളി ടീംസാണ്. അപ്പോൾ ഇത്രയാണ് ഇത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വേറെ ആരെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മേഘാലയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.